ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മത്സ്യവിഭവങ്ങൾ കഴിച്ചതിന് പിന്നാലെ കൊല്ലം സ്വദേശികളായ 2 പേർ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ചടയമംഗലം പോലീസ്. മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്ന ബന്ധുക്കളുടെ ആരോപണം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. AV ജയശങ്കർ, എന്താണിപ്പോൾ ഇതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു? ചടയമംഗലം പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? അതായത് ശ്രുതി, റഷീദ ബീബി, ഷാജി എന്നിങ്ങനെ 2 പേരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ റഷീദ ബീബി കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടും ഷാജി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഈ 2 പേരുടെയും സ്വദേശം ചടയമംഗലമാണ്. ഈ ബന്ധുക്കളുടെ ഉൾപ്പെടെ പരാതി സ്വീകരിച്ച് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പ്രാഥമികമായി ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയാണ് ഈ മരണകാരണം ഉൾപ്പെടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം ആ ഘട്ടത്തിൽ പരിശോധിക്കും. ഒപ്പം തന്നെ ഈ ബന്ധുക്കളുടെ ഈ ഭക്ഷ്യവിഷബാധ എന്ന ആക്ഷേപം അത് പോലീസ് വിശദമായി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ തന്നെ പോലീസ് കാത്തിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഈ മരണകാരണം വരും. അതിനുശേഷമായിരിക്കും ചടയമംഗലം പോലീസ് ഈ കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുക്കുക. ഇതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരാൾ മരിക്കുന്നത് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്, രണ്ടാമത്തെ ഷാജി മരിക്കുന്നത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ വെച്ചാണ്. ആ മരണം സ്ഥിരീകരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ്. അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പോലീസ് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉണ്ട് കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ നിലവിൽ ബന്ധുക്കളുടെ പരാതി അനുസരിച്ച് ഇവർ നിലമേൽ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരാതി അനുസരിച്ച് ഇവരുടെ ഹോം സ്റ്റേഷൻ എന്ന രീതിയിൽ ചടയമംഗലം പോലീസ് ഈ സംഭവത്തിൽ 2 പേരുടെയും മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ബന്ധുക്കളുടെ ഈ ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമായിരിക്കും പോലീസിന്റെ മേൽ നടപടികൾ. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് രാത്രിയോടെ തന്നെ ലഭിക്കുമെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഏകദേശം കാര്യങ്ങളുടെ ഒരു വ്യക്തത വരും. പിന്നീട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഇവർ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ച വിഴിഞ്ഞത്തെ ഹോട്ടലിൽ ഉൾപ്പെടെ പരിശോധന നടത്തും. ഇല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൃത്യമായ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ വിശദമായ പരിശോധന ഈ നിലമേൽ സ്വദേശികളായ 2 പേരുടെ മരണത്തിൽ സർക്കാർ തലത്തിൽ നടക്കുന്നു. അതിന്റെ നിയമവശത്തിന്റെ ഭാഗമായി, നിയമ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോഴെന്തായാലും ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അതായത് ഇതിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ അലർജിയാണോ എന്നുള്ളൊരു കാര്യം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് നിർണായകം കൂടിയാണ്. വിവരങ്ങളാണ് AV ജയശങ്കർ നൽകിയത്.